എൻ്റെ പേര് ജിസ. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പടിമരുത് ഇടവകയിൽ നിന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇറ്റലിയിലാണ്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് 2024 ഏപ്രിൽ 8-നാണ്. അത് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു. ഞാൻ ഇപ്പോൾ അതിനുശേഷം നാട്ടിൽ വന്നത് 2025 മാർച്ച് 24-നാണ്. മാർച്ച് 25-നാണ് ഞാൻ NRI ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് തന്ന, ഈശോ വഴി സാധിച്ചു തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് 23 വർഷമായിട്ട് എനിക്ക് സ്വന്തമായി ഒരു ഭവനമില്ല, സ്വന്തമായി ഒരു സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ വീടിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, സ്ഥലം വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു 1.5 മാസം ആയപ്പോൾ തന്നെ അമ്മ അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1.5 മാസം ആയപ്പോൾ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നതായിട്ടും അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വരുന്നതായിട്ടും ഞങ്ങൾ ആ വീട് നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടും ആയിരുന്നു സ്വപ്നം. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങളിവിടെ വീട് വെക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വീട് വെക്കുന്നില്ല, എൻ്റെ മക്കൾ ജനിച്ചു വളർന്ന വീടല്ലേ, ഞങ്ങളിത് കാണാൻ കൊതി കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനോട് ഞാൻ പറയുകയാണ്, ചേട്ടനൊരു ബ്രോക്കറല്ലേ, ചേട്ടൻ എനിക്കൊരു 15 സെൻറ്റ് സ്ഥലം, ദേവാലയത്തിനടുത്തുള്ള ഒരു 15 സെൻറ്റ് സ്ഥലം നോക്കാവോ? അതിനെന്താ മോളെ, ഞാൻ നോക്കാം. ആ ചേട്ടനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ചേട്ടൻ അങ്ങനെ പോവുകയും ചെയ്തു. ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ അമ്മയുടെ പൈസയും ഇല്ല, ചേട്ടൻ്റെ ഫോൺ നമ്പറും മേടിച്ചിട്ടില്ല, ചേട്ടൻ സ്ഥലം നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതായിരുന്നു സ്വപ്നം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മൂത്ത മകൻ ബയോമെട്രിക് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു ലിത്വാനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ നാട്ടിൽ വന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, ഒരു വീഡിയോ അയച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ എന്നാന്ന് ചോദിച്ചു, സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല നോക്കുന്നില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അമ്മ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ദേവാലയം 100 മീറ്റർ അടുത്ത് ദേവാലയം, ഒരു 20 സെൻറ്റ് സ്ഥലം. അപ്പോൾ എനിക്ക് സ്വപ്നമായിട്ട് പെട്ടെന്ന് കണക്റ്റായി. എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ലായിരുന്നു. ഞാൻ 2-3 പേരോട്, ഞാൻ ആ ചേട്ടനോട് 3 ദിവസത്തെ സമയം ചോദിച്ചു. 2-3 പേരോട് ഞാൻ വിളിച്ച് ചോദിച്ചു. അവരെല്ലാവരും തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും 3-ാമത്തെ ദിവസം എല്ലാവരും കട്ട് ചെയ്ത് വിട്ടു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പലിശയ്ക്ക് മേടിക്കാനൊന്നും പറ്റത്തില്ല, നീ തന്നതല്ലെങ്കിൽ വേണ്ട പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ 3-ാമത്തെ ആൾ എന്നെ കട്ട് ചെയ്ത ആൾ തിരിച്ച് വിളിച്ചിട്ട് എന്നോട് എത്ര പൈസ വേണം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര ലക്ഷം രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പലിശ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ എനിക്ക് തരികയും ഞാൻ സ്ഥലം മെയ് 30-ാം തീയതി ഞാൻ എഗ്രിമെൻ്റ്, എൻ്റെ മകൻ്റെ പേരിൽ എഗ്രിമെൻ്റ് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പം ഞാൻ മെയ് 30-ന് തന്നെ അമ്മയുടെ ഫോട്ടോ എടുത്ത്, എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നുമില്ല, ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് അമ്മയുടെ ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജോലി കൊണ്ട് മാത്രം ഈ 18 ലക്ഷം രൂപ കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അമ്മ, എൻ്റെ മകന് വിസ വന്നിട്ടുണ്ട്, അവൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും പോയിട്ടില്ല, 1 മാസമായി അവർക്ക് വിസ വന്നിട്ട് അവർ പോയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, അമ്മേ എന്നോട് ആദ്യം പോകാൻ പറഞ്ഞു എന്ന്. അങ്ങനെ അവൻ ജൂൺ 12-ാം തീയതി 2024 ജൂൺ 12-ന് അവൻ ഫ്ലൈ ചെയ്തു. അവൻ അവിടെ എത്തുകയും സാമ്പത്തികം മുഴുവൻ കൊടുത്ത് ഞങ്ങൾ സ്ഥലം ആധാരം ചെയ്ത് പോക്കുവരവ് നടത്തി കരം കെട്ടി. ഞാനിപ്പോൾ നാട്ടിൽ വന്ന് സ്ഥലം ആധാരം എൻ്റെ കയ്യിൽ കിട്ടി. പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. 2-ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, ഇതെൻ്റെ 2-ാമത്തെ മകനാണ് ആകാശ്. അവൻ ബാംഗ്ലൂരാണ് ഡാറ്റ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ ബാംഗ്ലൂർ ജോലിക്ക് പോകുന്ന വഴി അവൻ സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ടുന്ന സമയത്ത് സിഗ്നൽ ഓണായി കഴിഞ്ഞപ്പോൾ അവൻ്റെ കാല് നിലത്ത് റോഡിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലോറി വന്ന് അവൻ്റെ ലോറിയുടെ ഫ്രണ്ട് ടയർ ഇവൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ കയറിപ്പോയി. അന്ന് ഡിസംബർ 3 2024. അന്ന് ഇവിടെ ചൊവ്വാഴ്ച ധ്യാനം നടക്കുന്ന സമയമായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ കൃപാസനത്തിൽ നിൽക്കുവാണ്, അമ്മ സഞ്ചാരി മാതാവല്ലേ, അമ്മ എൻ്റെ മകൻ്റെ കൂടെ പോകണം, അവൻ്റെ കൂടെ ആരുമില്ല, അവനൊരു പൊട്ടലോ പോറലോ ഒന്നും അവൻ്റെ കാലിന് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വെളുപ്പിന് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു 22-23 വയസ്സുള്ള ഒരു കുഞ്ഞ് ശവപ്പെട്ടിയിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ 7 മണിക്ക് തന്നെയാണ്, അവിടുത്തെ 7 മണിയാണ്, ഇറ്റലിയിലെ 7 മണിയാണ്, ഇവിടെ ആരാധന നടക്കുന്നത് 11:30. അപ്പം ഞാൻ വേഗം ആരാധനയ്ക്ക് കൂടുകയും അപ്പോൾ ഇവൻ വീണെടുത്ത് നിന്ന് ഒരു മലയാളി വന്ന് ഇവനെ സഹായിക്കുകയും ഇവനെ ഒറ്റയ്ക്ക് തന്നെ കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് മുഴുവൻ മരച്ചു. ഒന്നും അവനെ അറിയുന്നില്ല എങ്ങനെ പോകണമെന്നുണ്ട്. ഒറ്റ കാലിൽ ഇവൻ ഹോസ്പിറ്റലിൽ ബൈക്ക് ഓടിച്ചെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്തു. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു,
ഒരു കുഴപ്പമില്ല, ഇതൊരു മിറാക്കിളാണ് സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനിതൊന്നും അറിയുന്നില്ല. ഞാനിത് ധ്യാനം കഴിഞ്ഞിട്ടാണ് ഞാൻ മോനെ വിളിക്കണത്. അപ്പോഴവൻ ഓഫീസിൽ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അവൻ്റെ കാലയിൽ ഞാൻ ഈവനിങ്ങിലാണ് എന്നിട്ട് ഇവനെ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചതവ്, ബ്ലഡിൻ്റെ എങ്കിലും ക്ലോട്ടിങ്ങിൻ്റെ എങ്കിലും ഒരു ചതവിൻ്റെ എങ്കിലും ഒരംശം അവൻ്റെ കാൽപാദത്തെ കാണുമെന്ന്. പക്ഷേ ഒരു ചതവോ ഒരു പോറലോ ഒരു മാന്തിയതിൻ്റെ ഒരു പോറൽ പോലും ഇല്ലാതെ അമ്മ അവനെ രക്ഷിച്ചു. മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, അവൻ എൻ്റെ മകൻ തന്നെ കാസർഗോഡാണ് ഞങ്ങളുടെ വീട്. അവൻ ബാംഗ്ലൂരേക്ക് പോകുന്ന വഴി ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ലഗേജില്ല, ഇവൻ്റെ മാത്രം ലഗേജില്ല. എവിടെ പോയെന്നറിയത്തില്ല. വെളുപ്പിന് അവിടുത്തെ 3:30ക്കാണ് ഞാൻ ഈ മെസ്സേജ് കാണുന്നത്, അമ്മ എൻ്റെ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, 7 പ്രാവശ്യം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഇത് എവിടെയാണെന്ന് അമ്മയ്ക്കറിയാം, സഞ്ചാരി മാതാവല്ലേ, അമ്മ അവനെ കാണിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലോട്ട് പോലീസ് സ്റ്റേഷൻ 2 ദിവസം എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ഞാൻ വേഗം ഫോൺ എടുത്തിട്ട് മകനോട് പറയാൻ വേണ്ടി പോവാണ്, എടാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മെസ്സേജ് ഇങ്ങോട്ട് കിടക്കുകയാണ്, അമ്മേ പോലീസ് സ്റ്റേഷൻ കണ്ണൂരിൽ നിന്ന് എന്നെ വിളിച്ചു, എൻ്റെ ബാഗ് അവിടെ രാത്രിയിൽ ആരോ കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ബാഗിനകത്തുനിന്ന് ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം അതുപോലെ തന്നെ അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്, അതല്ലാതെ വേറൊരു കുഴപ്പവും കൂടാതെ 2 ദിവസം കഴിഞ്ഞപ്പം ബസ്സുകാർ തന്നെ അവന് ബാംഗ്ലൂർ എത്തിച്ചു കൊടുത്തു. മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, 4ാമത്തെ സാക്ഷ്യം, എൻ്റെ ഐ ഡി കാർഡ് അവിടെ കിട്ടണമെങ്കിൽ എനിക്ക് ഡേറ്റ് 6 മാസത്തെ വെയിറ്റിംഗ് ആണ് പറഞ്ഞേക്കുന്നത്, ഡേറ്റ് ഇല്ല. അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മയോട് പ്രാർത്ഥിച്ചു. ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ 1 വീക്ക് കൊണ്ട് ജനുവരി 7-ന് എനിക്ക് ഡേറ്റ് കിട്ടുകയും ഡേറ്റ് കിട്ടി. ഒറ്റ ആഴ്ച കൊണ്ടാണ് എനിക്ക് 6 മാസത്തെ വെയിറ്റിംഗ് പറഞ്ഞ ഡേറ്റ് എനിക്ക് കിട്ടുന്നത്. അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡേറ്റ് ആണല്ലോ 7 എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ അപ്പോയിൻമെൻറ്റ് ചെല്ലുമ്പം എനിക്ക് കിട്ടിയ കൗണ്ടർ നമ്പർ 7 അത് കഴിഞ്ഞ് എനിക്കിത് പാസ്സായി എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ജനുവരി 17, അതും ഒരു 7. 5ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ റെസിഡൻസ് 4 പ്രാവശ്യം ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു. 4 പ്രാവശ്യവും അതൊന്നും ശരിയാവണില്ല. 4ാമത്തെ പ്രാവശ്യം ഞങ്ങൾ നേരിട്ട് കൊടുത്തു. അതായത് 2024, ഇതെല്ലാം ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴാണ് 2024 സെപ്റ്റംബർ 23-നാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. 4ാമത്തെ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞു. ഒക്ടോബർ 20 ആയപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒക്ടോബർ 23-ന് ഒരു മാസം 4ാമത്തെ പ്രാവശ്യം കൊടുത്തു, 1 മാസം തികയുമായിരുന്നു. അപ്പം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒക്ടോബർ 23-ന് മുമ്പേ അമ്മേ 23-ന് എൻ്റെ റെസിഡൻസ് പാസ്സായി എനിക്ക് കിട്ടണമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് 20-ാം തീയതി ഞങ്ങൾ അവിടുത്തെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മെയിൽ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, അവരുടെ ജോലി സ്ഥലത്തെ അവരുടെ മെയിലിലേക്കാണ് എല്ലാം വരുന്നത്, ഒരിക്കലും എൻ്റെ മെയിലിലേക്ക് വരാൻ ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഞാൻ മെയിൽ നോക്കുന്നില്ല, ഇനി ഒരു സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്ന എൻ്റെ മകനാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, 23-ാം തീയതി ഒക്ടോബർ 23-ന് അവൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്കൊരു മെയിൽ വന്നിട്ടുണ്ട്, അമ്മയൊന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ നോക്കുന്നില്ല, അമ്മ ഇറ്റാലിയനാണ്, അമ്മയൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മെയിലിൽ ഒരു പോസിബിലിറ്റി ഇല്ലാത്ത എൻ്റെ മെയിലിൽ എൻ്റെ റെസിഡൻസ് വിത്ത് ഡോക്യുമെൻ്റ് അടക്കം എൻ്റെ മെയിലിൽ വന്ന് കിടക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളൊരു വാഹനത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പം ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇവർക്ക് പ്രായം കുറവുള്ളത് കൊണ്ടും അവർക്ക് ഗ്യാരണ്ടിയറായിട്ട് നിൽക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ 1 മന്തിനാണ് ലീവിന് വന്നത്, എനിക്ക് പോകണം. അപ്പോൾ ഒരു വാഹനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ ധ്യാനം നടക്കുന്ന അതേ സമയത്ത് ധ്യാനം ഞാൻ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ കാശുരൂപം വെച്ച് ഞങ്ങൾ വാഹനത്തിൻ്റെ താക്കോൽ ഞങ്ങൾക്ക് കൈമാറി. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സ്വന്തം വാഹനത്തിലാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത്. അതുപോലെ എൻ്റെ മകനൊരു ജോലി കിട്ടിയ കാര്യമാണ്. അപ്പോൾ 6 മാസമായിട്ട് അവൻ BBA ഏവിയേഷൻ ലോജിസ്റ്റിക്കാണ് പഠിച്ചത്. അപ്പോൾ അവന് 6 മാസമായിട്ട് അവന് ജോലി പല സ്ഥലങ്ങളിൽ എല്ലായിടത്തുനിന്നും റിജക്ഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവൻ മാനസികമായിട്ടാകെ തളർന്നു. അപ്പോൾ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് അന്ന് ഇവന് ഒരു കോള്, അത് ഇവൻ അപ്ലൈ ചെയ്തിട്ടില്ല, ആ സ്ഥലത്ത് അവൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു കോൾ ഇങ്ങോട്ട് വരികയും അവൻ്റെ മേഖലയല്ലാത്ത ഡാറ്റ അനലിസ്റ്റായിട്ട് അവന് ഒരു അപ്പോയിൻമെൻറ്റ്, ഒരു കോൾ വരുന്നു, ഇൻ്റർവ്യൂ കോൾ വരുന്നു. ഇവൻ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ
ഇവനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്താണ് പറയേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടത് ഒന്നും ഇവൻ അറിയുന്നില്ല. പക്ഷേ അവൻ അന്ന് ആ സമയത്ത് തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മോനെ നിനക്കുള്ള ജോലിയാണ്, നീ ധൈര്യമായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞു, ഇൻ്റർവ്യൂവിന് കയറിക്കോ എന്ന് പറഞ്ഞു. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു, അത് പാസ്സായി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു. രണ്ടാമത്തെ പ്രാവശ്യം കയറുമ്പോഴും എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോഴും ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കയറിക്കോ. അപ്പോൾ ഇവന് ഫുൾ ബ്ലാങ്കാണ്, ഇവനൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ആ സമയത്ത് അമ്മ ഇവന് മൊബൈലിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്ന പോലെ ഇവന് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി കൊടുത്ത് അവനെ ജോലിയിൽ അമ്മ നിയോഗിച്ചു. ഇപ്പോൾ അവൻ ഡാറ്റ അനലിസ്റ്റായിട്ട് കമ്പനിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അച്ഛൻ്റെ സ്വപ്നം ഞാൻ ജോസഫച്ചനെ 2 പ്രാവശ്യം ഞാൻ സ്വപ്നം കണ്ടു. ജോസഫച്ചൻ ഞാൻ കിടക്കുന്ന സ്ഥലത്ത് വന്ന് എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പോകുന്നതായിട്ടും, രണ്ടാമത്തെ സ്വപ്നം ജോസഫച്ചനോട് ഞാൻ പരാതി പറയാം, അച്ഛാ എനിക്കൊരു വീടില്ല എന്നൊരു പരാതി പറയുമ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നാടി എന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കുകയും അച്ഛന് വേറെ ആൾക്കാർ വന്ന് തിരക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഞാൻ വെച്ചു റിപ്ലൈ എനിക്ക് തന്നില്ലല്ലോ, അച്ഛൻ മിണ്ടാതെ പോയല്ലോ. അപ്പോൾ അന്ന് രാവിലെ ഉണർന്നപ്പോൾ ഞാൻ സങ്കടത്തോടെ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കേട്ടോണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അന്നത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ വചനം എന്ന് പറഞ്ഞാൽ മത്തായി 6:8 ആയിരുന്നു. പിന്നെ നീ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നിൻ്റെ ആവശ്യം പിതാവ് അറിയുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നീ വിഷമിക്കേണ്ട, അച്ഛൻ റിപ്ലൈ തന്നില്ലെങ്കിലും നീ വിഷമിക്കേണ്ട, നിൻ്റെ കാര്യങ്ങളെല്ലാം കർത്താവ് ക്രമീകരിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. അതുപോലെ മഴവില്ലായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും എപ്പോഴും അമ്മയുടെ സാന്നിധ്യവും സന്ദർശനം എപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അമ്മയുടെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ 7 അമ്മയുടെ ഡേറ്റിലാണ് ഞങ്ങൾക്ക് നടക്കാറുള്ളത്. എപ്പോഴും അമ്മയോട് ചോദിച്ച് അമ്മ വെളിപ്പുറത്ത് ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് 3ാമത്തെ പ്രാവശ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്താലും എനിക്ക് ഓൺലൈൻ ഉടമ്പടി കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പത്രം, ഇറ്റാലിയൻ പത്രം കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ പത്രത്തിനകത്ത് ഞാൻ 6 നിയോഗങ്ങൾ എഴുതിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇതെൻ്റെ 6 നിയോഗങ്ങളാണ്. ഉടമ്പടി അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. എന്നിട്ട് നിയോഗങ്ങൾ എഴുതി പത്രത്തിനകത്ത് വെച്ചു. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ജനുവരി 15 അന്ന് ഉച്ചയ്ക്ക് 2025 അന്ന് ഉച്ചയ്ക്ക് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ ഞങ്ങളുടെ ജനലിൻ്റെ ഗ്ലാസിൻ്റെ പുറത്തുകൂടെ ആകാശത്ത് ഒരു 3 കളറ് കണ്ടു. ഒന്ന് ഗോൾഡൻ കളറ്, ഒന്ന് ഗ്രീൻ കളറ്, ഒന്ന് ബ്ലൂ കളറ്. എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നുമില്ല, ആകെയുള്ളൊരു കുഞ്ഞു കാശിരൂപം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഗ്രീനും ബ്ലൂവും എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബ്ലൂവും ഗ്രീനും ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുവാണ്, കെടും കത്തും. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ്, എനിക്ക് അപ്പം തന്നെ ഞാൻ മുട്ടുകുത്തി, എന്തോ സിഗ്നൽ അമ്മ തരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. മുട്ടുകുത്തി ഒരു 5 മിനിറ്റ് നേരത്തോളം അതവിടെ നിന്നു, പിന്നെ കാണാതെ പോയി. അപ്പോൾ എനിക്കിതൊന്നും മനസ്സിലായില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ എന്ത് ചെയ്തു, 4 മണിയായപ്പം ഇതേപോലെ തന്നെ വീണ്ടും വന്നു. അപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത്, പച്ചത്തിരിയും നീലത്തിരിയും ഞാൻ ഉടമ്പടിയിൽ എനിക്ക് ഓൺലൈനിൽ കയറാൻ പറ്റാത്ത വിഷമം അമ്മ ആകാശത്ത് തിരി കത്തിച്ച് അത് സ്ഥിരീകരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ 2025 ഇപ്പം ഞാൻ മാർച്ച് 24 ഇവിടെ വന്നു. എൻ്റെ വരുന്ന ടിക്കറ്റിൻ്റെ ഡേറ്റ് പോലും എനിക്ക് അമ്മ തന്നതാണ്. അന്ന് ടിക്കറ്റിൻ്റെ ഡേറ്റ് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി റേറ്റാണ് ടിക്കറ്റ്, എനിക്ക് നാട്ടിൽ വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇത് അമ്മ തന്ന ഡേറ്റ് ആണോ എന്ന് എങ്ങനെ അറിയിക്കും? ഞാൻ മാർച്ച് 24 ഇവിടെ എത്തുന്നത്. മാർച്ച് 25 ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നു. അപ്പം ഞാനൊരു സാക്ഷ്യം കേൾക്കുവാണ്. അപ്പം ഞാൻ വേഗം ഈ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു സാക്ഷി ഓപ്പൺ ചെയ്തു. സാക്ഷി ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് കാനഡയിൽ നിന്നുള്ള 2 സഹോദരിമാരുടെ, ഒരു ആങ്ങളുടെയും ഒരു സിസ്റ്റർ, അങ്ങനെ ഒരു സാക്ഷ്യമായിരുന്നു. അതിനകത്ത് അവരുടെ ആങ്ങളുടെ വൈഫിൻ്റെ ഡെലിവറിയുടെ ഡേറ്റ്, ഇത് മാതാവ് ഇങ്ങനെയാണ് സാക്ഷ്യം തുടങ്ങുന്നത്. ഇത് മാതാവ് തന്ന ഡേറ്റ് ആണെങ്കിൽ മാർച്ച് 23 അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് മാർച്ച് 25 അവളെ ഡെലിവറി ആകണം. ഇതായിരുന്നു ഡേറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാർച്ച് 23 ഞാൻ അവിടെ നിന്ന് കയറുന്നത്, 24 ഞാൻ ഇവിടെ എത്തി, 25 ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അമ്മയാണ് എനിക്ക് ക്രമീകരിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും അനാഥാലയങ്ങളിൽ ഞാൻ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്താണ് ചെയ്യുന്നത്, അല്ലാതെ അവിടെയും ചെയ്യാറുണ്ട്. പ്രേക്ഷിത പത്രം ഞാൻ അങ്ങോട്ട് വരുത്തി അവിടെ കൊടുക്കാറുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അനാഥാലയങ്ങളും കാര്യങ്ങളും എല്ലാം സന്ദർശിക്കുകയും ഫുഡിനുള്ള പൈസയും അവരെ സന്ദർശിക്കുകയും വസ്ത്രങ്ങളൊക്കെ വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പത്രമൊക്കെ കൊടുത്ത് തീർത്തിട്ടുണ്ട്. ജപമാല ഞാൻ ജപമാല 5 എണ്ണം കൂടി പോയ 8 എണ്ണം അത്രയൊക്കെ ചെല്ലുള്ളായിരുന്നു. അപ്പം അത് ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 2024 സെപ്റ്റംബർ 3 ഉപവാസത്തിൻ്റെ സമയം, അതായത് 8 അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ, അമ്മയുടെ പിറന്നാളിൻ്റെ സമയത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ
ആ ഒരു നോമ്പെടുത്തുകൊണ്ടിരുന്ന സമയത്ത് സെപ്റ്റംബർ 3 അമ്മ 1000 മണി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ 1000 മണി ജപമാല ചെല്ലാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ 1000 മണി ജപമാലയിലായിട്ട് അമ്മ എന്നെ കൊണ്ടുവന്ന് അരമണിക്കൂറും അതിൽ കൂടുതലും എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിട്ടുണ്ട്. 6 പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർന്നിട്ടുണ്ടെങ്കിലും ബൈബിളൊന്നും കൂടുതൽ അങ്ങോട്ട് മനസ്സിലാവും. പക്ഷേ അച്ഛൻ്റെ ധ്യാനവും കാര്യങ്ങളും എല്ലാ ദിവസവും ഞാനിത് എയർപോർട്ട് വെച്ച് കേട്ടോണ്ടാണ് ഞാൻ ജോലി ചെയ്യാറ്. ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. ചൊവ്വാഴ്ച ദിവസം പ്രത്യേകിച്ച് ലൈവിൽ തന്നെ കയറാൻ ശ്രമിക്കാറുണ്ട്. ഒരു ദിവസം പോലും നീട്ടി വെക്കാറില്ല. പരിശുദ്ധ കുർബാന മുടക്കാറില്ല. മക്കളെയും വിശ്വാസത്തിലും അവർക്കും കൂടുതൽ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ ഞങ്ങളുടെ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവർക്കും കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഈശോ വഴി സാധിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനം 139:2 ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്നറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ചേച്ചി ആദ്യമേ പറഞ്ഞത് ഭവനത്തിൻ്റെ കാര്യമാണ്. 23 വർഷമായിട്ട് വീടെന്നത് സ്വപ്നമായി നിന്നു. ആദ്യം ചേച്ചി ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുന്നത്. ആ ഉടമ്പടിയോടുകൂടി തന്നെ ആ ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. മകന് ജോലി. അതേപോലെ ഈ മകൻ ആകാശ് ബാംഗ്ലൂർ വെച്ച് ഒരു ലോറി കാൽപ്പാത്തിലൂടെ പോകുമ്പോൾ മരവെച്ചിരിക്കുന്ന സമയത്ത് ഈ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. സമയത്ത് മകൻ്റെ കാലിന് ഒരു പോറൽ പോലും ഉണ്ടാവരുത്. ഡോക്ടർ പറയുന്നത് ഇത് മിറക്കിളാണ് എന്നുള്ളതാണ്. നമ്മൾ ഹൃദയം ഉയർത്തി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഉടമ്പടിയെടുത്ത മക്കളുടെ പ്രാർത്ഥന ആകാശത്തോളം എത്തുകയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ അമ്മ കൂടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.